ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ടോപ്പ് ഫോർവേഡ് കേക്ക് തന്നെ വേറെ കേക്കിൻ്റെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഡിസൈനൊക്കെ വേറെ ആരും ചെയ്തോണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും എനിക്കിങ്ങനെ 2 സ്പഞ്ച് ഉണ്ടാക്കിയ സമയത്ത് തോന്നിയൊരു ഐഡിയ അങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ സക്സസ് ആയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കേക്ക് സ്പഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും അതുപോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും. അപ്പോൾ ഈ 2 കേക്കും ഞാൻ ഇവിടെ ഐസിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചാണ്. ഇനി ആദ്യം ഞാൻ ഈ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ റെഡിയാക്കിയ ആ ഒരു സ്പഞ്ചിൻ്റെ ഐസിങ് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു കേക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കുക. ബാക്കി 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു 8 ഇഞ്ചിൻ്റെ കേക്കിലേക്ക് സെറ്റാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് സ്മെല്ലൊന്നും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ആ ഒരു ബേസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെല്ലെ ഇതിങ്ങനെ ഇളക്കിയിട്ട് ഒന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് വെക്കണ സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ക്രീം ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ക്രീമൊക്കെ തേക്കുന്നതിന് മുന്നായിട്ട് ഇതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലോപ്പൊക്കെ ഫിക്സ് ആവുന്ന രീതിയിൽ ഞാനൊരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് മറിഞ്ഞു പോകാതെക്കാനും നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് കുത്തി കൊടുത്ത്. എന്നതിന് ശേഷം ഈ ക്രീമില്ലാത്ത ഭാഗങ്ങളിലൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തേ. അപ്പോൾ ഫസ്റ്റ് ഒരു ക്രം കോട്ടിന് വേണ്ടി എൻ്റെ അടുത്ത് കളർ മിക്സ് ചെയ്യാത്ത ക്രീം ഉണ്ടായിരുന്നു, അത് ആദ്യം ചെയ്ത്. എന്നതിന് ശേഷം പിന്നെ കളർ മിക്സ് ചെയ്ത ക്രീമും ചെയ്ത് കൊടുത്ത്. അതുപോലെ നമ്മൾ സ്റ്റിക്ക് കുത്തിയ സ്ഥലത്ത് ഹോൾസ് ആയിരുന്നല്ലോ, അവിടെയൊക്കെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തണേ. പിന്നെ നീറ്റാക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് കാർഡ് നനച്ചു കൊടുക്കും, എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്കൊരു ഡെക്കറേഷൻ കൊടുക്കുക. അപ്പോൾ വണ്ണം നോസിൽ ഉപയോഗിച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് കളർ അപ്ലൈ ചെയ്തിന് കേട്ടോ. അതുകൊണ്ടാണ് നല്ലൊരു ഡാർക്ക് യെല്ലോ കാണുന്നത്. അതുപോലെ ബാക്കിലും നമ്മൾ ഈ ഫിക്സ് ചെയ്ത സ്ഥലത്ത് അവിടെ ആ ഒരു അടയാളമൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഗോൾഡൻ ലീഫ് ഉപയോഗിച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗോൾഡൻ ലീഫാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ. ഇപ്പോൾ ഗോൾഡൻ ലീഫും വെച്ച് കഴിഞ്ഞാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്കായി. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.